നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ശതമാനം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമുക്ക് ആ ഒരു ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 30% 60 ആയാൽ സംഖ്യയുടെ 80% എത്ര? ഈ ചോദ്യത്തിൽ പറയുന്നത് ഒരു സംഖ്യയുടെ 30%, ഏതോ ഒരു സംഖ്യയുടെ 30%, ഏതോ ഒരു സംഖ്യ, അതിന് 30% എന്ന് പറയുന്നത് 60 അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 80% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ കണക്കുകൾ പലവിധ ഷോർട്ട് കട്ട് മെത്തേഡുകളിലൂടെയും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിലേക്കായി മാത്രം ഉള്ള കാര്യങ്ങൾ പറയാം. അതായത് 30% 60 എങ്കിൽ ഒരു കാര്യം ഓർക്കുക, വളരെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. 30% 60 എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? 15% എന്ന് പറയുന്നത് എത്രയാണ്? 10 നേർപകുതി. അതുപോലെ ഇതിൻ്റെ ഒരു 5% എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ഇതിൻ്റെ മൂന്നിലൊന്ന് എത്രയാണ്? 10. 1% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2. അതായത് ഏതോ ഒരു സംഖ്യയുടെ 1% എന്ന് പറയുന്നത് 2. അപ്പോൾ 80% എത്രയാണ്? 80 × 2 160. അപ്പോൾ ആ സംഖ്യയുടെ 80% എന്ന് പറയുന്നത് 160. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഈ കാര്യം ഒറ്റയടിക്ക് തന്നെ ഈ 1% പറയാൻ സാധിക്കും. അതായത് 30% എന്ന് പറയുന്നത് 60 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റും. 1% എന്ന് പറയുന്നത് ഏതൊരു കണക്ക് വന്നാലും 1% എത്രയാണെന്ന് നമ്മൾ നോക്കണം. 1% എത്രയായിരിക്കും? ഈ 30 കൊണ്ട് ഈ 60 ഹരിച്ചാൽ മതി. 1% എന്ന് പറയുന്നത് 60 / 30 2. 1% എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 20%, ഈ 80% 20% എത്രയാണെന്ന് ചോദിച്ചാൽ 20 കൊണ്ട് ഗുണിക്കുക. 20 × 2 40. ഈ കണക്കിൽ ഇതിന് 50% എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 50 കൊണ്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി.